സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് നടി ഗൗരി കൃഷ്ണൻ. സീരിയൽ സംവിധായകൻ മനോജുമായിട്ടുള്ള ഗൗരിയുടെ വിവാഹവും വിവാഹമോചനവുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. വിവാഹമോചനത്തിന് പിന്നിലെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് ഗൗരി ഇപ്പോൾ. ചിലരൊക്കെ വളരെ സഹതാപത്തോടെ നോക്കുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ അതെന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഭഗവാനോട് ഇന്നും നന്ദി പറയും. എനിക്ക് എന്താണ് വേണ്ടത് എന്ന് എനിക്ക് വ്യക്തമായത് ഈ ഒരു സംഭവത്തോടെയാണ്. എനിക്ക് എന്തു പറ്റും, എന്തു പറഞ്ഞാലും മിണ്ടാതിരിക്കുന്ന ചിന്താശേഷിയില്ലാത്ത ഒരാളായി എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഇനി ഞാനൊരു ജീവിതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ പഠിക്കാൻ പറ്റി. എനിക്ക് സ്വയം തിരിച്ചറിവുണ്ടായി. പിന്നെ ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ എപ്പോഴും സ്മൂത്തായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മരിച്ചു പോകണം, പ്രശ്നങ്ങൾ ഇല്ലാതാകണമെങ്കിൽ. ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചകളും താഴ്ചകളും എല്ലാം വിഷമങ്ങളും ഒക്കെ ഉള്ളത് തന്നെയാണ്. ആരാണ് ഇവിടെ ഹാപ്പി ആയിട്ടുള്ളത്? ആരുമില്ല. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ എൻ്റെ കൂടെയുള്ളത് കൊണ്ടാണ്. അത് തരണം ചെയ്യാൻ എനിക്ക് പറ്റിയില്ലേ. ഞാൻ മനസ്സിലാക്കിയത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ ഓടിയാൽ അത് വീണ്ടും നമ്മളിലേക്ക് തന്നെ വരും. അത് നിന്ന് അനുഭവിച്ച് തീർത്താൽ നമുക്ക് അപ്പുറത്ത് കടക്കാൻ പറ്റും എന്നെനിക്ക് മനസ്സിലായി. നമ്മൾ ഓടിയാൽ ഇത് വീണ്ടും വരും. ഒരു ടണലിലേക്ക് പോകുമ്പോൾ ആ ഇരുട്ട് കണ്ട് നമ്മൾ അവിടെ നിന്നാൽ നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റില്ല. ആ ടണലിൽ ആ ഇരുട്ട് ഭഗവാനെ വിളിച്ച് നമ്മൾ പോയി കുറച്ച് ദൂരം ആയിട്ടുണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തല്ലേ എത്തുക. അതെനിക്ക് വ്യക്തമായി ഈ ഒരു സംഭവത്തോടു കൂടി. അതുകൊണ്ട് ഒന്നിനെയും ആരെയും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റും. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ. എനിക്കിങ്ങനെ ജീവിക്കണം, ഇതാണ് എൻ്റെ ഇഷ്ടങ്ങൾ എന്നുള്ളത് കൊണ്ട് ഒരാളെ നമ്മൾ വിവാഹം കഴിച്ചു എന്ന് വെച്ച് എപ്പോഴും അയാളുടെ ഇഷ്ടങ്ങൾ ഒന്നായിരിക്കണമെന്ന് എനിക്കും വാശി പിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ അവരുടെ ഇഷ്ടങ്ങളിലേക്ക് വിടുക എന്നത് മാത്രമാണ്. പിടിച്ചു നിർത്തുന്നിടത്ത് ശരിക്കും എൻ്റെ ജീവിതമാണ് ഞാൻ പാഴാക്കുന്നത്. അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുക, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ മറ്റൊരാൾ നമ്മളെ ദ്രോഹിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ. മാതാപിതാക്കളിൽ നിന്ന് പോലും 0 പ്രതീക്ഷകളുമായി വേണം നമ്മൾ ജീവിക്കാൻ. പ്രതീക്ഷിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തു പോവുകയോ ഫ്രണ്ട്സിനൊപ്പം സമയം ചിലവഴിക്കുകയോ ചെയ്യാത്ത ആളായതുകൊണ്ടാകും. ഫാമിലി ടൈം എനിക്ക് വളരെ പ്രധാനമാണ്. പക്ഷേ അതെനിക്ക് കിട്ടിയില്ല. അത് അദ്ദേഹത്തിൻ്റെ തെറ്റല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശരികളും താല്പര്യങ്ങളുമുണ്ട്. മനുഷ്യനാണ്, ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറും. അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കണം. ഫൈറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴെല്ലാം അത് കൂടുതൽ വഷളായി. അങ്ങനെ ആ ബന്ധം നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓരോ വ്യക്തിയും ഓരോ രീതിയല്ലേ. അദ്ദേഹത്തിനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. മാസത്തിൽ 2-3 ദിവസമെങ്കിലും ഒരുമിച്ച് ചിലവഴിക്കാൻ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. അതുപോലും കിട്ടാതെ വരുമ്പോൾ ആ ബന്ധത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ല. ആ വ്യക്തിയുടെയും ആ വ്യക്തിയുടെ പ്രസൻസും എനിക്ക് വേണം. അല്ലാതെ മാരീഡ് എന്നൊരു സ്റ്റാറ്റസ് മാത്രമുള്ളത് കൊണ്ട് കാര്യമില്ല. മാരീഡ് എന്നൊരു സ്റ്റാറ്റസോ ലേബലോ എനിക്ക് ആവശ്യമില്ല. ബോൾഡ്നെസ്സും ഇൻഡിപെൻഡൻസും ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു പാർട്ട്ണറിൻ്റെ കൂടെയുള്ള ഒരു ജീവിതം. അതെനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എനിക്കത് വേണം. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എന്നെയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇല്ലെങ്കിൽ 2 പേർക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ അദ്ദേഹത്തിനൊരു ഇറിറ്റേഷൻ ആകുന്നത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഗൗരി കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്. അതുപോലെ ഗൗരി കൃഷ്ണൻ മനോജ് വിഷയത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഗൗരി വിവാഹത്തിന് ധരിച്ചിരുന്നത് മുക്കുപണ്ടങ്ങളായിരുന്നു. തനിക്ക് മുക്കുപണ്ടങ്ങൾ തന്നു പറ്റിച്ചതുകൊണ്ടാണ് മനോജ് ഇപ്പോൾ ഗൗരിയെ ഒഴിവാക്കിയിരിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് വാർത്തകളും വിവാദങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്.